പൊതുപ്പുഴ മരുതത്ത് ബദേലിൽ പരേതനായ ഈശോയുടെ ഭാര്യ മറിയാമ്മ ഈശോ ആഗസ്റ്റ് 3 നിര്യാതയായി. പൊതുപ്പുഴ സെന്റ് പോൾ CSI പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. 94 വയസ്സായി. ദീനാമ തോമസ് പടിഞ്ഞാറമണ്ണൂർ ശാഖയിൽ കിഴക്കുപുറം കളക്കാട്ടേക്ക് പരേതനായ ME തോമസിന്റെ ഭാര്യ ദീനാമ തോമസ് ആഗസ്റ്റ് 9 നിര്യാതയായി. കിഴക്കുപുറം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. പരേതയ്ക്ക് 80 വയസ്സായി. മറിയാമ്മ എബ്രഹാം തെക്കേടത്തുകാടിൽ ശാഖയിൽ കണ്ടംസാട്ടിൽ ഉപശാഖയിൽ കുമ്പം കണ്ടംസാട്ടിൽ പരേതനായ KJ വർഗീസിന്റെ ഭാര്യ മറിയാമ്മ വർഗീസ് ആഗസ്റ്റ് 21 നിര്യാതയായി. കുമ്പം ബദേൽ മാർത്തോമ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. 79 വയസ്സായി. മറിയാമ്മ ഈശോ വിളവിനാൽ ശാഖയിൽ വലിയകാവുംപുറത്ത് ഉപശാഖയിൽ പുത്തൻപീടിയ കൊടുന്തര വിളവിനാൽ മച്ചുമുൽപ്പേൽ പരേതനായ ഈശോ തോമസിന്റെ ഭാര്യ മറിയാമ്മ ഈശോ സെപ്റ്റംബർ 13 നിര്യാതയായി. പുത്തൻപീടിയ മാർത്തോമ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. പരേതയ്ക്ക് 88 വയസ്സായി. മറിയാമ്മ മാത്യു വിളവിനാൽ ശാഖയിൽ കിഴക്കുകാവുംപുറത്ത് ഉപശാഖയിൽ കരവാളൂർ വിളവിനാൽ പരേതനായ KE മാത്യു ഭാര്യ മറിയാമ്മ മാത്യു ഒക്ടോബർ 9 നിര്യാതയായി. കരവാളൂർ ബദേൽ മാർത്തോമ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. പരേതയ്ക്ക് 85 വയസ്സായി. BP ജോൺ വിളവിനാൽ ശാലയിൽ ഓമലൂർ വിളവിനാൽ BP ജോൺ ഒക്ടോബർ 17 നിര്യാതനായി. ഓമലൂർ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ വലിയ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. പരേതന് 82 വയസ്സായി. കുഞ്ഞുമ്മ എബ്രഹാം മണ്ണൂർ ശാഖയിൽ അരിയുണ്ടത്ത് ഉപശാഖയിൽ മാത്തൂർ കല്യാണത്ത് പരേതനായ KK എബ്രഹാമിന്റെ ഭാര്യ കുഞ്ഞുമ്മ എബ്രഹാം 75 വയസ്സ്. നവംബർ മാസം 14 നിര്യാതയായി. ഓമലൂർ സെന്റ് സ്റ്റീഫൻ CSI സെമിത്തേരിയിൽ സംസ്കരിച്ചു. VJ കോശി വെട്ടത്തേക്ക് ശാഖയിൽ ഓമലൂർ ചീകനാൽ വെട്ടത്തേക്ക് VJ കോശി നവംബർ 14 നിര്യാതനായി. ഓമലൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. പരേതന് 71 വയസ്സായി. വെട്ടത്തേക്ക് ശാഖയിൽ വെട്ടത്തേക്ക് G വർഗീസ് 11/12/2011 നിര്യാതനായി. ഡിസംബർ 12 അട്ടച്ചാക്കൽ മാർ പീഡസിനോസ് ചർച്ച് സെമിത്തേരിയിൽ സംസ്കരിച്ചു. പരേതന് 74 വയസ്സായി. ഒഴുമണ്ണിൽ തുളസിക്കരി ശാഖയിൽപ്പെട്ട പരേതനായ കുഞ്ഞുമ്മന്റെ മകൻ ശമുവേൽ 87 വയസ്സ് 19/12/2011 നിര്യാതനായി. 25/12/2011 മോദി ചർച്ച് ഓഫ് ഗോഡ് സെമിത്തേരിയിൽ സംസ്കാരം നടക്കും. ഈ രണ്ടുപേരുടെയും ഫോട്ടോ ലഭ്യമായിട്ടില്ല. ഇത്രയും ആളുകളാണ് നമുക്ക് ഇതിനോടകമായിട്ട് ലിസ്റ്റ് നൽകിയിട്ടുള്ളത്. ഇനിയും തരുന്ന ആ ലിസ്റ്റ് ഈ സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് പ്രസ്താവിക്കപ്പെടുന്നതാണ്. ഈ പ്രിയപ്പെട്ടവര് ഇന്ന് നമ്മോടുകൂടെ ഇല്ല എങ്കിലും അവർ നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് ജീവിക്കുന്നു. അവർ നമുക്ക് നൽകിത്തന്നതായിട്ടുള്ള നല്ല മാതൃകകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയുന്നതോടൊപ്പം തന്നെ പരേതനോടുള്ളതായ ആദരസൂചകമായിട്ട് എല്ലാവർക്കും 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് മൗനമായിരിക്കണം. അത് ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും വെബ്സൈറ്റിന് വേണ്ട അതിന്റെ അഡ്രസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അറിയിക്കണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നു. വയസ്സ് കഴിഞ്ഞവരും ആദരിക്കപ്പെടേണ്ട സ്ഥാനലബ്ധി നേടിയവരും പേര് നൽകണമെന്ന് അറിയിക്കുകയാണ്. അടുത്തതായി യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി 2011 കുടുംബയോഗ സെക്രട്ടറി ശ്രീ റെജി ജോർജ് നെടുങ്കണ്ടത്തിനെ ക്ഷണിക്കുന്നു. ഒന്ന് പറയുന്നത് തന്നെ പിന്നെ നമ്മുടെ യോഗം അവസാനിക്കേണ്ടതുമാണ്. നമ്മുടെ ഈ
പടിഞ്ഞാറമണ്ണിൽ പ്രിയപ്പെട്ട ജോണിച്ചാനാണ്. അദ്ദേഹം നമുക്ക് പരിചയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം കോർപ്പറേറ്റ് മാനേജ്മെന്റ് യൂണിറ്റിൽ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്ററായി സേവനമനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹം സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം ഈ പൊതുയോഗത്തിന്റെ പ്രസിഡന്റായിട്ട് സ്ഥാനം ഏറ്റെടുക്കുകയും അദ്ദേഹം ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയുണ്ട്. അദ്ദേഹം യോഗത്തിനൊക്കെ ആത്മമായി സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത അഭിമന്യ തിരുമേനിയാണ്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ പോലും അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്കുള്ള സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. എല്ലാ വർഷവും നമ്മുടെ പൊതുയോഗത്തെ പാലക്കരച്ഛൻ മുന്നിട്ടുള്ള ആൾക്കാരെ ഇങ്ങോട്ടുണ്ടായി വന്ന് ഒരു സുവിശേഷ പ്രസംഗം നടത്തുകയും അതിലൂടെ ഉത്മബന്ധമെന്ന് നമ്മളെ കൂട്ടുപറപ്പിക്കുകയും ഓർപ്പിക്കുകയായിരുന്നു. അതിന് വിപരീതമായിട്ട് ഈ പ്രാവശ്യം ജനറൽ കമ്മിറ്റി ഒരു തീരുമാനം കൈക്കൊള്ളുകയുണ്ടായി. നമുക്ക് സുവിശേഷ യോഗത്തെക്കാട്ടിൽ കാര്യമായിട്ട് തന്നെ നമുക്കൊരു കൗൺസിലിംഗ് ക്ലാസ് നടത്തണമെന്നാണ്. ആ അഭിപ്രായം ഞാൻ ഒരുപാട് എഡ്യൂക്കേഷനുമായിട്ട് സംസാരിക്കുകയും അച്ഛന്റെ ആലോചന പ്രകാരം ഇങ്ങനെ നമ്മുടെ സക്രിയ എന്ന അച്ഛനുണ്ട്, നമ്മൾ ക്ഷണിക്കുന്നതിനോട് ചോദിക്കുകയും ഞാനത് സമ്മതിക്കുകയുണ്ടായി. അത് കമ്മിറ്റി അറിയിച്ചു, കമ്മിറ്റി അനുഭവം കിട്ടി. അങ്ങനെ നമ്മുടെ കൗൺസിൽ ചെയ്ത് ഈ പ്രോഗ്രാമുകളെ നേരെയാക്കാൻ വേണ്ടി അച്ഛൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം UMA കൗൺസിലിംഗ് സെന്റർ കോട്ടയത്ത് പഠന സെന്ററിലെ പ്രൊഫസറാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം നമുക്ക് താമസിക്കാൻ ശ്രമിക്കുവാൻ സാധിക്കും. പ്രൊഫസർ എബ്രഹാം സക്രിയച്ചൻ ഈ യോഗത്തിൽ ഞാൻ ഭാഗമായി സ്വാഗതം ആശംസിക്കുന്നു. അടുത്തായിട്ട് സ്വാഗതം ആശംസിക്കാനുള്ളത് ഈ യോഗം വിജയിപ്പിക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളാണ്. ഈ കുടുംബാംഗങ്ങളുടെ പങ്കാളിത്തം മാത്രമേ ഈ യോഗം വിജയിക്കുകയുള്ളൂ. ഈ യോഗത്തിലേക്ക് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെല്ലാം ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. സമയത്തുകൊണ്ടാണ് ഞാൻ ആമുഖമായിട്ടൊന്നും പറയാതെങ്കിലും ചില കാര്യങ്ങളിൽ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുവരെയുള്ള വാർഷികങ്ങളൊക്കെ നടന്നത് അതാത് ഭാഗത്തെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിലും അവരുടെ നേതൃത്വമായിരുന്നു. എന്നാൽ അവർക്ക് വളരെയേറെ ക്ലേശങ്ങൾ വരുത്തിവെക്കുന്നതിനാൽ ഈ വർഷം പുണ്യവ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ ഇത് പൊതു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തണമെന്ന് ആവശ്യമുണ്ടായി. ആ ആവശ്യപ്രകാരം കഴിഞ്ഞ മാസത്തിൽ കുടുംബം നേതൃത്വത്തിൽ സൗഭാഗ്യം വെച്ച് ചേർന്ന പൊതുയോഗം ഒരു ജനറൽ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ആ ജനറൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ പ്രാവശ്യം പൊതുയോഗം നടക്കുന്നത്. പ്രത്യേക ശാഖാടിസ്ഥാനത്തിലല്ല. അതിന്റെ ആശയം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളും ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഭാഗമാകാവുന്ന സാമ്പത്തികമാണെങ്കിലും മറ്റ് പ്രോഗ്രാമുകളാണെങ്കിലും എല്ലാവർക്കും തുല്യ പങ്കാളിത്തങ്ങളാണ് കുടുംബയോഗം ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു ഭാഗത്തുള്ളവർക്ക് മാത്രമായിട്ട് അവരെ സാമ്പത്തികമായിട്ടും മറ്റ് പ്രോഗ്രാമുകളിലും അവർക്ക് ക്ലേശം ഉണ്ടാകാതെ ഇതിന് ബാധ്യത എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഒരുപോലാണ്. ആരും ആരെക്കാട്ടിലും വലിയവരല്ല. എല്ലാവരും തുല്യമായിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ള ആ ഒരു ബോധത്തോടുകൂടി എല്ലാവരും ഈ കുടുംബയോഗത്തിൽ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമെന്നും വരും വർഷങ്ങളിലും എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എല്ലാവർക്കും കഴിഞ്ഞുപോയ ക്രിസ്മസിന്റെയും നല്ലൊരു നാളുകളിൽ പുതുവത്സരത്തിന്റെയും എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എബി സ്റ്റീഫൻ അച്ഛന് നമ്മുടെ കുടുംബയോഗത്തിന്റെ വികാരിയാണ്. കാര്യം പണ്ടാമണ്ണിൽ PM കോശിയച്ഛന്റെ നിര്യാണ ശേഷം നമുക്ക് നമ്മുടെ അടുത്തൊരു വൈദ്യൻ ഇല്ലായിരുന്നു. പക്ഷെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും ഓടിയെത്തുന്നത് ബഹുമാനപ്പെട്ട എബി സ്റ്റീഫൻ അച്ഛനാണ്. ഇന്ന് ഇവിടെ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. ആദ്യത്തെ ക്രിസ്മസുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച എബി സ്റ്റീഫൻ അച്ഛനെ ബഹുമാനപ്പെട്ട എബി സ്റ്റീഫൻ അച്ഛനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെ നമുക്കിവിടെ ഒരു ഷെമാസ് ഇരിപ്പുണ്ട്. അദ്ദേഹം പിന്നെ വരുവത്തോടക്കിയ ശാഖയിൽ കുമ്മണി ചക്കുവള്ളം സ്വദേശിയാണ്. ഇദ്ദേഹം വലിയപറമ്പിൽ യുവാത്തിന്റെയും ഏഴാമ്മയുടെയും മകനാണ്. ഇദ്ദേഹം താമസമില്ലാതെ അച്ചപ്പട്ടം സ്വീകരിക്കുമെന്ന് നമ്മളെ അറിയിച്ചു. അതനുസരിച്ച് എല്ലാ ഉന്മാദങ്ങളെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അച്ഛൻ ഈ സ്റ്റേജിലല്ല. അടുത്ത വർഷം നമുക്ക് ഇനി അച്ഛനെ ജമാത്തിൽ നമുക്ക് അനൗൺസ് ചെയ്യാൻ ഒക്കത്തില്ല. ചാൻസ് ആണ്. എല്ലാവരും ഇപ്പൊ ജമാത്തിൽ വേണ്ടി ഇപ്പൊ അനൗൺസ് ചെയ്തോളാം, വിളിച്ചോളാം. അടുത്ത മുന്നേറ്റം ഒക്കത്തില്ല. അടുത്ത പ്രാവശ്യം അച്ഛനായിരിക്കും.
അതിലൊക്കെ മിക്കവാറും നമുക്ക് ഉടുപ്പൊക്കെ ഇട്ട് അച്ഛനെ അവിടെ സ്റ്റേജിൽ കാണാൻ സാധിക്കുമെന്നാണ് എന്റെ ആഗ്രഹം. അച്ഛനെ സാധിക്കട്ടെ. അച്ഛനെ മെത്രാപ്പൊലീത്തയായിട്ട് സ്റ്റേജിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അച്ഛനെ എല്ലാവിധമായ സ്വാഗതവും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ അപ്പോഴത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട സെക്രട്ടറി ഓർമ്മിച്ചതുപോലെ ഇതിനു മുമ്പ് നടന്ന 29 യോഗങ്ങൾ ഓരോ സ്ഥലത്ത് നമ്മുടെ കുഞ്ഞാനങ്ങളുടെ ശ്രദ്ധയിൽ കേന്ദ്രീകരിച്ചാണ് നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ പ്രത്യേകമായിട്ട് നമ്മുടെ സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ വാർഷികം നടത്തുന്നത്. 29 വർഷം നീണ്ട 29 വർഷക്കാലം ഭംഗിയായി പ്രവർത്തിച്ചിരുന്നു. ഇക്കൊല്ലവും ഒട്ടും മോശമില്ലാത്ത രീതിയിൽ, അതായത് നമുക്ക് വളരെ സന്തോഷം തരുന്ന രീതിയിൽ ഇത്രയും അംഗങ്ങൾ അത് സംബന്ധിച്ച് അതിയായ സന്തോഷം. ഒരു കാര്യം ഓർപ്പിക്കാറുണ്ട്, ഈ മുൻവശത്തെ കസേര ധാരാളം ഒഴിഞ്ഞു കിടക്കൊണ്ട് ആളുകൾ മുന്നോട്ട് വന്നിരിക്കാവുന്ന മുൻവശത്തെ കസേര ഒഴിഞ്ഞു കിടക്കുന്നു. അവിടെ ഒന്നും ചെല്ലാതെ